ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ പേപ്പർ 1 UGC നെറ്റിൻ്റെ ടോപ്പിക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു P/Q ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു PDF. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. യൂട്യൂബിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ PDF-ൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഇതിൽ 100 ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ കീ ഉണ്ടായിരിക്കും. 100 ചോദ്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പിന്നെ അതിന് ആൻസർ പറഞ്ഞു പോവല്ല ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ നോക്കാം. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലെ PDF നോക്കിയിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ നാളെ മോർണിംഗ് ആകുമ്പോഴേക്ക് നിങ്ങളത് ചെയ്ത് തീർക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഇന്ന് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. ഈ യൂണിറ്റിൽ 4 ടോപ്പിക്കുകളാണുള്ളത്. ഈ 4 ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ എക്സാമിന് വരിക. ഒരു 5 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന്. അപ്പോൾ ഇതിൽ ഈ സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ ആദ്യം വരുന്ന ടോപ്പിക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ മീനിങ് ആൻഡ് ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർകൾച്ചറൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. പിന്നെ മറ്റൊന്നാണ് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 1 കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ ആൾ കമ്മ്യൂണിക്കേഷൻ ഈസ് എ. ക്വസ്റ്റ്യൻ 1 ആണ്. അക്കോർഡിംഗ് ടു സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ ആൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ, അല്ലെങ്കിൽ എ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കളക്റ്റീവ് പ്രോസസ്സ്, ഇൻഡിവിജ്വൽ പ്രോസസ്സ്, ഇൻ്റർപേഴ്സണൽ പ്രോസസ്സ്, മാസീവ് പ്രോസസ്സ്. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഏത് ആൻസർ വന്നാലും ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ. എന്താണ് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഇതിൻ്റെ ആൻസർ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇതിൽ ഇൻഡിവിജ്വലിസ്റ്റിക് പ്രോസസ്സ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എങ്ങനെ ഇതിലേക്ക് ആൻസറിലേക്ക് എത്താം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ എന്ന് പറഞ്ഞാൽ. സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ SR മോഡൽ എന്നും ഇതിന് പറയാറുണ്ട്. മോഡൽ ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമുക്ക് നോക്കാം സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ. ഇതാണ് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങൾ കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അറിയാതെ എന്ത് ചെയ്തു, നമ്മൾ അറിയാതെ
സ്റ്റൗവിൽ വെച്ചിട്ടുള്ള ചൂടുള്ള പാത്രത്തിൽ നമ്മളെ കൈ തട്ടി. ഇപ്പം എന്താ നമ്മൾ സംഭവിക്കുക? അപ്പം തന്നെ നമ്മൾ കൈ വലിക്കൂലേ? നമ്മൾ അറിയാതെ കൈ തട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റിനെ എന്ന് പറയാം സ്റ്റിമുലസ് എന്ന് പറയാം. അതൊരു ട്രിഗറാണ്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൈ വലിച്ചപ്പോൾ എന്ത് ചെയ്തു? റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ, അതായത് നമ്മൾ ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്ന സമയത്ത്, എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു ട്രിഗർ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ ആണെന്ത് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് ബിഹേവിയറൽ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ബിഹേവിയറൽ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ടോപ്പിക്കാണ്. ഓക്കെ, ഇവിടെ 2 ടോപ്പിക്കുകൾ സ്റ്റിമുലസ് ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷനുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത് സാധാരണഗതിയിൽ മുമ്പ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ തിയറിസ്റ്റൊക്കെ ഈ ബിഹേവിയറൽ കൺസെപ്റ്റ് നമ്മളെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇൻ ഏർലി കമ്മ്യൂണിക്കേഷൻ തിയറീസ് thinkers applied this exact behavioral concept to human interaction. മനുഷ്യൻ്റെ ഹ്യൂമൻ ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഇത് യൂസ് ചെയ്തിരുന്നു. ഇതിൽ മനസ്സിലാക്കേണ്ട 2 ടേമുകളാണല്ലോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നോക്കാം. ദേ വ്യൂഡ് കമ്മ്യൂണിക്കേഷൻ ആസ് എ സിമ്പിൾ മെക്കാനിസം. ഓക്കെ, ഇവിടെ 2 ടേമുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഒന്ന് ദ സ്റ്റിമുലസ്. എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ കമ്മ്യൂണിക്കേഷനാണല്ലോ നമ്മൾ പഠിക്കുന്നത്, സൈക്കോളജി അല്ലല്ലോ. കമ്മ്യൂണിക്കേഷനിൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എ സ്പീക്കർ സെൻഡ് ഔട്ട് എ മെസ്സേജ്. അതായത് ഒരു സ്പീക്കർ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് എന്താണ് ഒരു മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യണതിനാണെന്ന് പറയാം സ്റ്റിമുലസ് എന്ന് പറയാം. ഓക്കെ, സ്പീക്കർ സെൻഡ്സ് ഔട്ട് എ മെസ്സേജ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതായത് വേർഡ് അല്ലെങ്കിൽ ആൻ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ എ പൊളിറ്റിക്കൽ സ്പീച്ച്, അങ്ങനെ പലതും ആവും. അതാണ് എന്ത് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് റെസ്പോൺസ് എന്താന്ന് നോക്കാം. സ്റ്റിമുലസ് റെസ്പോൺസ്, ദ റെസ്പോൺസ്. എന്താണ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ? സ്പീക്കർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് റിസീവർ ഈ മെസ്സേജിന് റിയാക്ട് ചെയ്യണതിനാണെന്ന് പറയാം റെസ്പോൺസ് എന്ന് പറയാം. ദ
receiver, reacts to that message in a predictable way. റിസീവർ ഒരു പ്രെഡിക്റ്റബിൾ വേയിൽ ഇത് റിയാക്ട് ചെയ്യണതിനാണ് എന്ത് പറയാം, ഇത് റെസ്പോൺസ് എന്ന് പറയാം. അപ്പോൾ ഇത് ശരിക്കും ഇതെന്താണ്, ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, അതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ അല്ല. ഒരു വ്യക്തി ഒരു ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യുന്നു, മറ്റൊരാളത് റിസീവ് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. നമുക്കിത് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഏതാണ്, ഇൻഡിവിജ്വൽ പ്രോസസ്സ് എന്നാണ് അതിന് പറയാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് എഴുതാം, ബിക്കോസ് this model looks closely at how one single message triggers a specific behavioral change inside one person at a time. It frames the act of processing communication fundamentally as an individual process. അതുകൊണ്ട് അതെന്താ, ശരിക്ക് ഒരു ബിഹേവിയറൽ ചേഞ്ച്, ഒരു സ്പെസിഫിക് ബിഹേവിയറൽ ചേഞ്ച് ഇൻസൈഡ് വൺ പേഴ്സൺ അറ്റ് എ ടൈം. അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റിമുലസും റെസ്പോൺസും ഒരു വ്യക്തിയിലാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് വരുത്തുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഇൻഡിവിജ്വൽ പ്രോസസ്സായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ശരിയാണ് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഓപ്ഷൻ്റെ ആൻസർ എന്താ വരുന്നത്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഇൻഡിവിജ്വൽ പ്രോസസ് ആൻസർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇൻഡിവിജ്വൽ പ്രോസസ്സായിട്ട് വന്നത്, അതൊന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഡീപ്പായിട്ട് നോക്കാം. ഈ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ SR മോഡൽ ഇത് ബിഹേവിയറൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോഡലാണ് ശരിക്കും. ഓക്കെ, BF സ്കിന്നർ അതുപോലെ തന്നെ JB വാട്സണൊക്കെയാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ബിഹേവിയറിൽ എപ്പോഴും ഒരു എന്താണ്, എൻവയോൺമെൻറ്റൽ ട്രിഗർ, എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാവുന്ന ട്രിഗറിൻ്റെ ബേസിൽ ഹ്യൂമൻ ഓർഗനൈസേഷൻ റെസ്പോണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ എന്ത് വിശദീകരിക്കുന്നത്, ഈ ബിഹേവിയറൽ സൈക്കോളജി വിശദീകരിക്കുന്നത് എന്നുകൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കി വെക്കാം. അങ്ങോട്ട് ജസ്റ്റ് ചെയ്താൽ ദ SR model is deeply rooted in behavioral psychology. തിങ്കേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് BF സ്കിന്നർ, അതുപോലെ തന്നെ JB വാട്സൺ, ഇവരൊക്കെ
ഇതിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയറിസ്റ്റ് ലുക്സ് അറ്റ് ഹൗ an individual organism responds to an environmental trigger. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി പരിസ്ഥിതിയിൽ നിന്ന് വരുന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് വന്ന ട്രിഗറിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതാണ് ഈ ബിഹേവിയറൽ സൈക്കോളജി വിശദീകരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ മീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർ കൾച്ചറൽ, ഗ്രൂപ്പ്, ക്ലാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതും 2024 വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. 2024 ചോദ്യമാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് കൺസിഡേർഡ് എ ഹൈലി എഫക്റ്റീവ് ഫോം ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഹൈലി, ഏതാണ് എഫക്റ്റീവ് ഫോം ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നാണ് ചോദ്യം. വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇതിന് ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്കിത് എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. നമ്മൾ എഴുത്തോ സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ യൂസ് കമ്മ്യൂണിക്കേഷനെയാണ് എന്താ പറയുക? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സ്പോക്കൺ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ എല്ലാം എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഇൻഫോർമേഷൻസ്, തോട്ട്സ്, ഐഡിയാസ് ഒക്കെ ഇതിലൂടെ എന്ത് ചെയ്യും? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ജസ്റ്റ് സംസാരിക്കുക എന്നതുകൊണ്ട് മാത്രം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവണമെന്നില്ലല്ലോ. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലെക്ചറർ കോളേജിൽ ഒരു സെമിനാർ എടുക്കുകയാണ്. ഇങ്ങനെ സെമിനാർ എടുക്കുന്ന സമയത്ത് അയാൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവണമെങ്കിൽ 3 കാര്യങ്ങൾ അതിൽ വേണം. അപ്പോൾ ആദ്യം നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞല്ലോ, ഈസ് ദ യൂസ് ഓഫ് വേർഡ്സ് യൂസ് ഓഫ് വേർഡ്സ്. അതായത് ഇപ്പോൾ ഇത് either spoken or written to share information, thought, or ideas with other. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനേഷനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. However, just speaking
വേർഡ്സ് ഡസ് നോട്ട് guarantee effective communication. ജസ്റ്റ് പറഞ്ഞു എന്ന് എഴുതിയിട്ട് ഒരു കാര്യം സംസാരിച്ചു എന്ന് കരുതി അത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോണം എന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ 3 ഘടകങ്ങൾ ആവശ്യമാണ്. അത് 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടു ബി ഹൈലി effective, it must accomplish 3 things. അതിൽ ഒന്നാണ് എൻഗേജ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അറ്റൻഷൻ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യണതിനാണ് എന്താ പറയുക എൻഗേജ്മെൻറ്റ് എന്ന് പറയാം. ഗ്രാബ് ആൻഡ് ഹോൾഡ് അറ്റൻഷൻ. അപ്പോൾ അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണെന്ത്, അതിൽ എൻഗേജ് ചെയ്യിക്കാൻ കഴിയണം. രണ്ടാമത് ക്ലാരിറ്റി. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. അതായത് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് മാത്രമല്ല, മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? റീടെൻഷൻ. അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറേ കാലം കഴിഞ്ഞാലും അത് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, ബി റിമെമ്പറബിൾ അല്ലെങ്കിൽ ബി മെമ്മറബിൾ എന്നും പറയാം. അപ്പോൾ ഈ 3 സവിശേഷതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുള്ളൂ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം അല്ലേ. ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ചോദ്യം? വാട്ട് ഈസ് കൺസിഡർഡ് ഹൈലി എഫക്റ്റീവ് ഫോം ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഹൈലി എഫക്റ്റീവ് ഫോം ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇതിലേതാണ്? മോണോലോഗ്, സ്റ്റോറി ടെല്ലിങ്, യൂസ് ഓഫ് ആൻ എക്സസീവ്ലി ഹൈ പിച്ച്, സ്ലോഗനിയറിങ് വിത്തൗട്ട് കണ്ടെക്സ്റ്റ്. അതിൽ ആൻസർ വരുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിങ്ങിന് ഈ 3 സവിശേഷതകളുണ്ട്. എൻഗേജ്മെൻ്റ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, റിട്ടൻഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറി ടെല്ലിംഗ് ആണ് എന്ത് എഫക്റ്റീവ് ഫോം. ഈ മോഡലിൽ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും എഫക്റ്റീവ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ഒരു വിശദീകരണം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ മനുഷ്യനെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ മനുഷ്യൻ നരേറ്റീവ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എൻഗേജ്ഡ് ആവും, മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പോയിന്റുകളായിട്ട് പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ കഥ പോലെ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ പോയിൻ്റ് വൈസായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഒറ്റ ടോപ്പിക്ക് മാത്രമേ ഇന്ന് എനിക്ക് എടുക്കാനുള്ളൂ എന്ന് കരുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു കഥ പറയുന്നത് പോലെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കഥ പറയുന്നത് പോലെ ഇതിനെ പറഞ്ഞ് വിശദീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിലായി നിൽക്കും. കാരണം അതെന്താണ്, ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കത് എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത്. ഓഡിയൻസ് ആ ടോപ്പിക്കിനെ കുറിച്ച് അവെയർ അല്ല എങ്കിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് എസ്പെഷ്യലി സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് വളരെ എഫക്റ്റീവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ്
ഈ സ്റ്റോറി ടെല്ലിംഗ് എന്താണ് വളരെ നരേറ്റീവ് ട്രാൻസ്പോർട്ടേഷന് ഏറ്റവും എഫക്റ്റീവാണ്. അതായത് സിമ്പിളാണ്. ആൻസർ സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. ഇതിൻ്റെയൊക്കെ ഈ PDF നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ജോലി, ഈ 100 ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഈ 100 ചോദ്യങ്ങളും വിശദമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിലെ എല്ലാ ടോപ്പിക്കുകളും, ഏകദേശം എല്ലാ ടോപ്പിക്കുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതും 2024 വന്നിട്ടുള്ള ചോദ്യങ്ങൾ. 2024 ഇത്ര അധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെയല്ല. പേപ്പർ പേപ്പർ 1 എല്ലാവർക്കും സെയിം ആണല്ലോ. പേപ്പർ 2 വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സബ്ജക്റ്റുകൾക്കായിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരും. ഇപ്പോൾ 5 ദിവസം 6 ദിവസം നീണ്ടു നിൽക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്, എക്സാമാണ്. അത് 2 സെഷൻ ഉണ്ടാവും. മോർണിംഗ് സെഷൻ ഉണ്ടാവും, ആഫ്റ്റർനൂൺ സെഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു 5 ദിവസം 6 ദിവസം നീണ്ടു നിൽക്കുക. 6 ദിവസത്തെ സെഷൻ ആണെങ്കിൽ 12 വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ഈ 12 വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും പേപ്പർ 1 ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 2024 ഇത്ര അധികം ചോദ്യങ്ങൾ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ടോപ്പിക്ക് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്താണെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പറയാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡേർഡ് ആസ് ദ പ്രൈമറി സ്ട്രാറ്റജി ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയർ. ഇപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് ചോദ്യത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്, എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് നമുക്ക് മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ ബാരിയർ നമുക്ക് നോക്കാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ? കമ്മ്യൂണിക്കേഷൻ ബാരിയർ കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം. നമ്മളൊരു കാര്യം മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഫിൽട്ടർ, തടസ്സങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ എന്താണ്? ബാരിയേഴ്സാണ്. ഇത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്തുണ്ടാവും? തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ക്ലാരിറ്റി കുറവുണ്ടാവാനും മനസ്സിലാവാതിരിക്കാനൊക്കെ കാരണമാവുന്നു. അപ്പോൾ എന്താണ് ശരിക്ക് ഒരു സെൻറ്ററിൽ നിന്ന്, ഒരു വിവരം നൽകുന്ന ആളിൽ നിന്ന് വിവരം റിസീവ് ചെയ്യുന്ന ആളിലേക്ക് ഇൻഫോർമേഷൻ പുറപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഫിൽറ്റർ, ഒബ്സ്ട്രക്കിൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ, കൃത്യമായിട്ട് മനസ്സിലാവാൻ കഴിയാത്ത കാര്യങ്ങൾ, തടസ്സങ്ങൾ, ഫിൽറ്ററുകൾ, ഇതൊക്കെ എന്തിന് കാരണമാവും? ഇതാണ് എന്ത് പറയാം? കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബാരിയർ കാരണം എന്തൊക്കെ ഉണ്ടാവുക? നമ്മൾ ഇൻഫോർമേഷൻ കൃത്യമായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്താൻ കഴിയില്ല, അത് മറ്റാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, മിസ്റ്റേക്കുകൾ സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്കിവിടെ ഒന്ന് എഴുതാം. കമ്മ്യൂണിക്കേഷൻ barrier is anything that act as a filter അല്ലെങ്കിൽ obstacle അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് between the സെൻറ്റർ നടു എന്നുള്ള സെൻറ്റർ അല്ല, സെൻറ്റർ അയക്കുന്ന ആൾ, ടു ആൻഡ് ദ റിസീവർ.
റിസീവറിനും സെൻഡറിനും ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, തടസ്സങ്ങൾ, ഫിൽറ്ററുകൾ, ഇതൊക്കെ എന്താണ്? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് കാരണം എന്താ ഉണ്ടാവുക? ഇറ്റ് കോസസ് ദ മെസ്സേജ് ടു ഗെറ്റ് distorted, meaning the receiver does not understand what the sender intended. അതായത് ഒന്നുമില്ല, ഈ ഇൻഫോർമേഷന് ഉള്ള പ്രധാനപ്പെട്ട ഇതിലൂടെ എന്താ ഉണ്ടാവുന്നത്? ഇതിൽ ഒന്നെങ്കിൽ മെസ്സേജ് വികൃതമാവുകയാണ് ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോവുക ചെയ്യാം. അപ്പോൾ ഇത് ഫിൽറ്റർ, ഇത് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറഞ്ഞാൽ ഫിൽറ്ററോ ഓബ്സ്റ്റാക്കിളോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ആയിരിക്കും. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണ്ട. അപ്പോൾ നമ്മൾ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ എന്താണ് അതിൽ ചെയ്യേണ്ടത്? ചില കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കൺസിഡർഡ് ദ പ്രൈമറി സ്ട്രാറ്റജി ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയർ? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഒരുപാട് എന്താണ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഓപ്ഷൻ എ വരുന്നത്. സെറ്റിംഗ് ക്ലിയർ ഗ്രൗണ്ട് റൂൾ ഫോർ ഇൻട്രാക്ഷൻ. ഒരു കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ സോഷ്യൽ ഇൻട്രാക്ഷനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്തിന് കാരണമാവും? ഈ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യമാവും. ഉദാഹരണമായിട്ട് എന്താണ്, ഒരു സ്പോർട്സ് ആണെന്ന് അറിയാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം എന്താണ് ഒരു എന്താണ് സെമിനാർ കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെന്ന് കരുതാം. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ സമയത്ത് ആദ്യം നമ്മൾ പറയാം, ആദ്യം ഒരാൾ സംസാരിക്കും, എന്നിട്ട് മറ്റൊരാൾ സംസാരിക്കും. ആദ്യം ഗ്രൂപ്പ് എയിലെ ഒരാൾ സംസാരിക്കും, പിന്നെ ഗ്രൂപ്പ് ബിയിലെ ഒരാൾ സംസാരിക്കും. ഒരു ഉദാഹരണം പറയാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഭാഷ വളരെ ലളിതമായ ഭാഷയായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം സംസാരിക്കും. മൂന്നാമത്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ എന്താണ് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിന് കാരണമാവും? നമ്മളെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ എ കറക്റ്റാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. സെറ്റിംഗ് ക്ലിയർ ഗ്രൗണ്ട് റൂൾസ് ഫോർ ദ ഇൻ്ററാക്ഷൻ. ഇതിൽ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞല്ലോ. മതി, നമുക്ക് നിർത്തി. നമ്മൾ എന്താണ് റൂൾസ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. ഇഫ് there are no rules, chaos follows. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല എന്നതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. യൂസിങ് ഹൈ ലെവൽ ടെക്നിക്കൽ ജാഗൺ, ഇൻക്രീസിങ് ഇമോഷണൽ അഗ്രഷൻ, മറ്റേത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം. അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ക്ലിയർ ഗ്രൗണ്ട് റൂൾസ് ഫോർ ഇൻട്രാക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ടോപ്പിക് 4. ഇത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് 4 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ 4ാമത്തെ ഭാഗമാണ് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഭാഗം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത് 2024 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. 2024 ഒരുപാട് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളല്ല കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഹിസ്റ്റോറിക്കൽ സീക്വൻസസ് ഓഫ് ഫേസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത എന്താണ് മീഡിയ ക്രോണോളജിയാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ആദ്യം ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഏത് രീതിയിൽ, അങ്ങനെ ഓരോരോ കമ്മ്യൂണിക്കേഷൻ രീതികളെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് മീഡിയ ക്രോണോളജി, അതായത് വ്യത്യസ്ത കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, ലോകം മനുഷ്യനുണ്ടായത് മുതൽ ഉണ്ടായിരുന്ന വ്യത്യസ്ത ക്രോണോളജിക്കൽ മീഡിയ ക്രോണോളജിയാണ് ചോദിക്കുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മീഡിയ ക്രോണോളജി. ഓക്കെ, ഇതിൽ ആദ്യമായിട്ടുണ്ടായത്, ഇത് വിശദീകരിക്കാം, സിമ്പിളാണ്. ആദ്യമായിട്ടുണ്ടായത് കേവ് പെയിൻറ്റിംഗ് ആണ്. കേവ് പെയിൻറ്റിങ് ഏകദേശം പ്രീ ഹിസ്റ്റോറിക് ഇറയിൽ എന്തുണ്ട്, മനുഷ്യന് ആദ്യകാലം മുതലേ എന്തുണ്ട്, കേവ് പെയിൻറ്റിങ് ഉണ്ട്. അപ്പോൾ ഏകദേശം പ്രീ ഹിസ്റ്റോറിക് ഇറ, മനുഷ്യനുണ്ടായ കാലഘട്ടം മുതൽ അപ്രോക്സിമേറ്റ്ലി ഏകദേശമാണ് കേട്ടോ, ഇത് കൃത്യമായിട്ടുള്ള വർഷം നമുക്ക് പറയാൻ കഴിയില്ല. അപ്രോക്സിമേറ്റ്ലി 40,000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് പറയാം. 40,000 പ്ലസ് ഇയർ എഗോ ആണ് ഈ കേവ് പെയിൻറ്റിങ് ഉണ്ടായത്. ഇതിൻ്റെ ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ, മനുഷ്യന് ആദ്യമായിട്ട് എന്താണ് അക്ഷരങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ട്, ഈ വ്യത്യസ്ത തരത്തിലുള്ള കേവ് പെയിൻറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതായത് മനുഷ്യൻ്റെ രൂപങ്ങൾ വരയ്ക്കുക, സിമ്പിൾസ് വരയ്ക്കുക, ആനിമൽസിൻ്റെ രൂപങ്ങൾ വരയ്ക്കുക, സിമ്പിൾസ് എഴുതുക, അതുപോലെ തന്നെ ഹണ്ടിങ്ങിൻ്റെ ചിത്രം വരയ്ക്കുക. ഇതൊക്കെ പഴയ കാലത്തെ ഉണ്ടായിരുന്ന ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു പെയിൻറ്റിങ് രീതിയാണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അൽത്താമീറയിലുള്ള പെയിൻറ്റിങ് ഇതിന് ഒരു എക്സാമ്പിളാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. അൽത്താമീറ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ബിഫോർ ഹ്യൂമൻസ് ഡെവലപ്ഡ് written alphabet or spoken languages as we know them, they draw സിമ്പിൾസ്, അതുപോലെ തന്നെ ആനിമൽസ് ആൻഡ് ഹണ്ടിങ് സീൻസ് ഓൺ കേവ് വാൾസ്. അതിനൊരു എക്സാമ്പിളാണ് എന്ത്,
ഫേമസ് എക്സാമ്പിളാണ് അൽത്താമീറ. ഈ അൽത്താമീറ എവിടെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ബി രണ്ടാമത്തത് പിന്നെ എന്തായിരുന്നു നോക്കാം. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ അക്റ്റാഡ്യൂർണ എന്ന് പറഞ്ഞാൽ ഇത് ഡെയിലി ആക്ട് എന്നാണ് അതിൻ്റെ വാക്ക്. ഇത് ആൻഷ്യൻ റോം ഭാഷയിൽ ആൻഷ്യൻ റോമിലാണ് ഇത് കണ്ടിരുന്നത്. ആൻഷ്യൻ്റ് റോം അറൗണ്ട് ഏകദേശം 131 BCE ക്രിസ്തുവിന് മുമ്പ് ഉള്ളതാണ്. ഇത് ആക്റ്റാഡോർണ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഡെയിലി ആക്ട്, ഡെയിലി പബ്ലിക് റെക്കോർഡ്സ് ഒക്കെയാണ്. ഇത് പഴയ കാലത്ത് റോമ സാമ്രാജ്യം റോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിൽ ഒഫീഷ്യൽ റെക്കോർഡുകളൊക്കെ എഴുതി വെച്ചിരുന്നത് ഈ ആക്റ്റാഡോർണയിലായിരുന്നു. അതാണ് ഫസ്റ്റ് ലോകത്തിലെ ആദ്യത്തെ പ്രിമിറ്റീവ് ന്യൂസ് പേപ്പറായിട്ടും ഇത് കണക്കാക്കിയിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതാം. ദ ഫ്രേസ് ആക്റ്റാഡ്യൂർണ translates from Latin to daily acts or daily public records എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇത് ആൻഷ്യൻ റോമിലാണത് ഇത് യൂസ് ചെയ്തത്. ഓക്കെ, ദ ആൻഷ്യൻ്റ് റോമൻസ് കർവ്ഡ് ഒഫീഷ്യൽ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് അതുപോലെ തന്നെ ലീഗൽ നോട്ടീസസ് ആൻഡ് പബ്ലിക് ന്യൂസ് ഓൺ ടു സ്റ്റോൺസ്. ഇത് കല്ലുകളിലാണ് ഇത് കുത്തിവെച്ചിരുന്നത്. ഓർ മെറ്റൽ ബോർഡ് ആൻഡ് ഹാങ് ദം ഇൻ പബ്ലിക് സ്പേസ്. അതായത് കല്ലുകളിലോ മെറ്റൽ ബോർഡുകളിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊത്തി വെച്ചിട്ട് അത് പബ്ലിക് സ്പേസിൽ ഹാങ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി കൺസിഡേർഡ് ദ വേൾഡ്സ് ഫസ്റ്റ് പ്രിമിറ്റീവ് ന്യൂസ് പേപ്പർ. ആദ്യത്തെ പ്രിമിറ്റീവ് ന്യൂസ് പേപ്പറായിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ. ഇനി 3 നമുക്ക് നോക്കാം. സി വുഡൻ ബ്ലോക്സ് ഫോർ പ്രിൻറ്റിങ്. വുഡൻ ബ്ലോക്സുകളിൽ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ആൻഷ്യൻ ചൈനയിലാണ് ഇത് ആരംഭിച്ചത്. ചൈന ഏകദേശം അറൗണ്ട് അൽത്താമീറയും അത് രണ്ടാണ്. അൽത്താമീറ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഫേമസ് കേവ് പെയിൻറ്റിങ് ആണ്. ആക്റ്റാഡോർണ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കാലഘട്ടം തന്നെയാണ്. അൽത്താമീറൊക്കെ ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇതാണ്, കേവ് പെയിൻറ്റിങ് ആണ് അൽത്താമീറ എന്ന് പറഞ്ഞാൽ. ആക്റ്റാഡോണിയ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ റോമിൽ ഏകദേശം 131 BCയിൽ, അത് കുറേ കാലം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ്, റോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. ഓക്കെ, രണ്ടാണ്.
ആൻഷ്യൻ അറൗണ്ട് ഇത് വുഡൻ ബ്ലോക്സ് ഏകദേശം ക്രിസ്തുവിന് ശേഷം BC അല്ല AD വരുന്നത്. 200 സെഞ്ചുറി AD ടു നമുക്ക് ഒരു ഏകദേശം 7th സെഞ്ചുറി വരെ ഇത് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. എന്താണ് വുഡൻ ബ്ലോക്സ് ഫോർ പ്രിൻറ്റിങ്? ഇത് സാധാരണഗതിയിൽ ഹാൻഡ് ബുക്ക് എന്താണ് നമ്മൾ പെട്ടെന്ന് കോപ്പി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചൈന ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക് കയ്യിൽ കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണിത് എന്ന് പറഞ്ഞാൽ. ഇത് സാധാരണഗതിയിൽ മഷിയൊക്കെ ഉപയോഗിച്ച് മരപ്പലകകളിൽ മഷി ഉപയോഗിച്ചിട്ട് എഴുതുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇത് ഒരു പ്രിൻറ്റിങ് മെത്തേഡാണ്. ചൈനയാണ് ഇത് യൂസ് ചെയ്തത്. ടു സ്പീഡ് അപ്പ് കോപ്പിയിങ് books by hand, innovators in China developed wood blocks printing. They carved text into a ബ്ലോക്ക് ഓഫ് വുഡ്. മരത്തിൽ എന്ത് ചെയ്തു, ഇവർ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അപ്ലൈഡ് ഇങ്ക് മഷി യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് പ്രസ്ഡ് പേപ്പർ ഓൺ ടു ഇറ്റ്. ഓക്കെ, ഇത് 2 രീതിയിലാണ് ചെയ്തത്. മരത്തിൽ ആദ്യം മരത്തിൽ നമ്മൾ മരത്തിലിങ്ങനെ കുത്തി വെച്ചിട്ട് അതിൽ മഷി തേച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിന് തൊട്ട് മുമ്പ് ആൻഷ്യൻ ഇപ്പോൾ ഏകദേശം തുടക്ക കാലഘട്ടത്തിൽ മരത്തിൽ തന്നെ കൊത്തി വെക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. പിന്നീട് പേപ്പർ കണ്ടുപിടിച്ചതിന് ശേഷം ഇതെന്ത് ചെയ്തു, പേപ്പറിലേക്ക് ഈ മഷി പുരട്ടിയതിന് ശേഷം മഷി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് നമ്മുടെ സീലൊക്കെ വെക്കുന്ന പോലെ കൺവേർട്ട് ചെയ്തു, പേപ്പറിലേക്കും കൺവേർട്ട് ചെയ്തു. പേപ്പർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നതാണ്. ഇനി 4ാമത്തത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക. ഇതാണ് ഓപ്ഷൻ C ആണ് നമ്മുടെ ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അതിൽ ഇനി മെറ്റൽ പ്രിൻറ്റിങ്, അടുത്തത് മെറ്റൽ പ്രിൻറ്റിങ് ആണ്. മെറ്റൽ പ്രിൻറ്റിങ് അതിൻ്റെ മറ്റൊരു ഇത് മൂവബിൾ ആണ്. മറ്റ് പ്രിൻറ്റിങ് ഒന്നും മൂവബിൾ അല്ല. ഇപ്പോൾ നമ്മൾ മരത്തിൽ അക്ഷരങ്ങൾ കുത്തിവെച്ചിട്ട് അത് പഞ്ച് ചെയ്ത് പേപ്പറിലേക്ക് പഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് മൂവബിൾ ആണ്, മൂവബിൾ ടൈപ്പ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ യൂറോപ്പിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സംവിധാനമാണിത്. മോഡേൺ നമ്മൾ മോഡേൺ യൂറോപ്പ് അറൗണ്ട് ആദ്യകാലത്ത് കേട്ടോ 1440 CE കാലഘട്ടത്തിലാണ്, സെഞ്ചുറി AD വന്നിട്ടുള്ളത്. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടുപിടുത്തിയത് ഒരു ജർമ്മൻ ആയിട്ടുള്ള ഒരു കൊല്ലനായ ബ്ലാക്ക് സ്മിത്ത് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്തു, അക്ഷരങ്ങൾ ചെറിയ ഓരോ അക്ഷരങ്ങളും ഓരോ മെറ്റൽ ബ്ലോക്കുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്യും, എന്നിങ്ങനെ അത് മഷിയിൽ മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പോൾ ഈ അക്ഷരങ്ങൾ മാത്രം നമുക്കിങ്ങനെ മൂവബിൾ ആണ്, കൊണ്ടു കൊടുക്കാനൊക്കെ പറ്റും. നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററൊക്കെ അങ്ങനെയായിരുന്നു. ഓരോ സ്വിച്ച് നിൽക്കുന്ന സമയത്ത് ആ അക്ഷരം പോയിട്ട് നിങ്ങല്ല ചെയ്യാം, മഷി നമ്മൾ നടക്കും. അപ്പോൾ അതേപോലെ ഒരു സിസ്റ്റമാണിത്. it is the movable
ഇപ്പോൾ പ്രിൻറ്റിങ് പ്രസ് യൂസിങ് മെറ്റൽ അലോയ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇവിടെ മുമ്പൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വുഡൻ പ്രിൻറ്റിങ് കാരണം ഒന്നിച്ച് ഒറ്റ മരത്തിൽ ഒന്നിച്ച് കൊത്തി വെച്ചിട്ട് ഒറ്റ പ്രിൻ്റ് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിലെല്ലാ അക്ഷരങ്ങളും ഒന്നിച്ചാണ് കൊത്തി വെക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ മെറ്റൽ അലോയ് ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊത്തി വെക്കാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. ഇൻസ്റ്റഡ് ഓഫ് കാർവിങ് a whole wooden page, they created individual metal letters that could be rearranged and reused infinitely. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ദിസ് launched the printing revolution and mass media as we know it today. ഇന്ന് നമ്മൾ കാണുന്ന ഇത്രയും ഡെവലപ്മെൻറ്റ് ഈ മാസ് മീഡിയക്കൊക്കെ വന്നത് ഇത് കാരണമാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെറും 4 ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. 100 ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഈ 100 ചോദ്യങ്ങളും ബാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ, ഈ PDF-ൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കീ ഉണ്ടായിരിക്കും. ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ആൻസർ സ്വയം ചെയ്യാവുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം ഭാഗങ്ങൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം നോക്കുക. നെക്സ്റ്റ് ക്ലാസ് നാളെ മോർണിംഗ് ആണ് ഉണ്ടാവുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.